വലിയുള്ള വിവാദങ്ങൾ, അതായത് അതെ ഒരു മതേതരത്വത്തിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് ഇടിച്ചു കയറ്റാൻ നോക്കി അല്ലെങ്കിൽ കൂട്ടിക്കലർത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ വളരെ ശക്തമായി. അതെ അതെ അതെ. താങ്കൾ ഈ വിഷയത്തിലൊക്കെ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ള ആളാണ്, മുൻപും പ്രതികരിച്ചിട്ടുള്ള ആളാണ്, ഇപ്പം പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സിനിമാ രംഗത്ത് ജനറലി പറയുന്നത് തിരുവനന്തപുരം മാഫിയ, എറണാകുളം മാഫിയ, പട്ടാഞ്ചേരി മാഫിയ അല്ലേ? അല്ല, ഇതിലൊന്നും വളരെ എസ്റ്റാബ്ലിഷ്ഡ് മാഫിയ അല്ലെങ്കിലും 1988 കാലഘട്ടത്തിലാണ് തിരുവനന്തപുരം മാഫിയ തുടങ്ങുന്നത്. 1989 എറണാകുളം മാഫിയ തുടങ്ങുന്നത്. ഈ രണ്ടുപേരും അറ്റ്ലീസ്റ്റ് ഗ്രൂപ്പ് കളിക്കുകയും അവരുടെ ടീമിനെ ഉൾപ്പെടുത്തുക എന്നുള്ളത്, അല്ലാണ്ട് അവർ മതവും രാഷ്ട്രീയവും പ്രചരിപ്പിക്കാനായിട്ട് അവരെ സിനിമകൾ ജനറലി തോന്നിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കാണുന്നുണ്ടാവും. പക്ഷേ 2014 മുതലാണ് നമുക്ക് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്. ശരി, അവിടെ മുതൽ അവരൊരു കൃത്യം അജണ്ട തയ്യാറാക്കി ചെയ്താണോ എന്നൊരു സംശയം. അല്ല, ഇതെല്ലാം നമ്മുടെ സംശയമാണ്. ബാക്കിയൊക്കെ നമ്മൾ സാഹചര്യ തെളിവായി നമുക്ക് നോക്കാനുള്ളൂ. അപ്പോൾ മട്ടാഞ്ചേരി മാഫിയയുടെ സിനിമകളുടെ ഒരു ജനറൽ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സവർണറായിരിക്കും. സവർണൻ അവർണൻ കഥയാണ്. എന്നും അതിലെ വില്ലനായി വരിക നായർ സമുദായത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്പൂതിരി സമൂഹത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ അയ്യർ. ഈ സവർണർ, ഹൈന്ദവരുടെ സവർണറായ ആളുകളാണ് വില്ലന്മാരായിട്ട് വരുന്നത്. അതാണ് ഞാൻ പറയുന്നത്. മറ്റേ രണ്ട് മാഫിയായിട്ട് ഈ മാഫിയയുടെ പ്രത്യേകതയാണ് പറയുന്നത്. അവരെ ഒരു ഗ്യാങ്ങിലുള്ള ആളുകളെ മാത്രമേ അവർ ആക്കാറുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത്, ഒരു മട്ടാഞ്ചേരി മാഫിയയിലെ ഒരു സിനിമയിൽ നിങ്ങൾക്ക് സുരേഷ് ഗോപി സാറിനെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ലാലേട്ടനെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഉണ്ണിമുന്തൻ സാറിനെ കാണാൻ പറ്റില്ല. ഇത്തരം ആളുകളൊന്നും അതിലുണ്ടാവില്ല. അവരുടെ ഒരു ഗ്രൂപ്പിൽ. പക്ഷേ ഇതിന് മറുവശം എന്താണ്? ഞങ്ങൾക്ക് എന്താ ഇന്ന ആൾക്കാരെ നായകനാക്കണം നിർബന്ധമുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ ചെയ്തുകൂടെ? ഞങ്ങളുടെ പൈസയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വെച്ച് ചെയ്യും. കറക്റ്റ്. എല്ലാം ബൈ ചാൻസ് സംഭവിക്കുന്നതാണ്. ഞങ്ങളെ കഥയിൽ സവർണൻ വില്ലനാവുന്നു. എന്താ ഇവിടെ സവർണർ വില്ലനായിട്ടുള്ള കഥകൾ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തെറ്റാണെന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നു, ഇപ്പോൾ ഈ പുഴു സിനിമയുമായി ബന്ധപ്പെട്ടെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടാന്ന് പറഞ്ഞ സിനിമ എടുത്തു കഴിഞ്ഞാലൊക്കെ മാവോവാദികളായാലും നെക്സലൊക്കെ കുറച്ചൊരു സോഫ്റ്റായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയും കാണാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കഥ വന്നു. ശരി, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നായർ, നമ്പൂതിരി അടക്കമുള്ള സവർണരായ ആളുകളെ വില്ലന്മാരാക്കിയും ബാക്കി ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് അത്തരം സിനിമകൾ കാണാതിരിക്കുക എന്നുള്ളതും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടാണല്ലോ. കാരണം നിങ്ങളെ എന്നും വില്ലന്മാരാക്കുകയും സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങളെ താറടിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയാണ് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ മറന്നുപോയ കേസായിരിക്കും. അവർക്ക് ഇങ്ങനെ സിനിമകൾ എടുക്കാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ ആ സിനിമകൾ കാണാതിരിക്കാനുള്ള റൈറ്റും നിങ്ങൾക്കുണ്ട്. ശരിയല്ലേ? അല്ല, അവരെടുത്തോട്ടെ, അത് അവരെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എങ്കിൽ നമുക്കത് ഞങ്ങൾ കാണുന്നില്ല എന്നും തീരുമാനിക്കാമല്ലോ. കാരണം നിങ്ങളെ പൈസയ്ക്ക് തന്നെ, അതാണ് ഞാൻ പറയുന്നത്. മുൻകാലങ്ങളിൽ നടന്ന മാഫിയ ഒരിക്കലും ഒരു ജാതിയെ പ്രൊമോട്ട് ചെയ്യാനോ മതത്തെ പ്രൊമോട്ട് ചെയ്യാനോ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. അവർ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ അതിനൊക്കെ ഒരു മാന്യത, ഒരു മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇവിടെ മാന്യതയുടെ എല്ലാ ഇതും വിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് മട്ടാഞ്ചേരി മാഫിയാണോ, അവർ കള്ള് കഞ്ചാവ് അതുമായി ബന്ധപ്പെട്ട് അവരെ നായകന്മാരെപ്പോഴും ഫുൾ ടൈം മദ്യം കഴിക്കുന്നവരായിരിക്കും. അല്ലാതെ ഇപ്പോൾ മട്ടാഞ്ചേരി മാഫിയയിൽ ആളുകളുടെ പേര് പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 24 hours വെള്ളടിയായിരിക്കും, കഞ്ചാവൊക്കെ അതിനെയൊക്കെ ഒരു നോർമലൈസ് ചെയ്യും. പേരിടുന്നത് തന്നെ കഞ്ചാവിൻ്റെ പേരായിരിക്കും.